ഗൈസ്, അപ്പോൾ SSLC 11 ദിവസം 33 പാഠങ്ങൾ കവർ ചെയ്യുന്ന ചലഞ്ചിന്റെ 5ാമത്തെ ദിവസം നല്ല പഞ്ചിൽ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നഷ്ടമാകുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് സയൻസ് സബ്ജക്റ്റിന് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ 33 പാഠങ്ങൾ കൈക്കലാക്കിയാൽ നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് വളരെ വലിയൊരു ചുവടെടുത്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ദിവസം 5ാമത്തെ ദിവസം നല്ല പഞ്ചോട് കൂടിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി, ഫിസിക്സ്, മാത്സ് ഈ 3 സബ്ജക്റ്റിലാണ്. ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോളജിയുടെ 3ാമത്തെ പാഠം ഇന്ന് പഠിക്കുക. ബയോളജിയുടെ 3ാമത്തെ പാഠം പഠിക്കുക. ഫിസിക്സിന്റെ 4ാമത്തെ പാഠം പഠിക്കുക. മാത്സിന്റെ 4ാമത്തെ പാഠം പഠിക്കുക. അപ്പോൾ ബയോളജി ചാപ്റ്റർ 3, അതുപോലെ തന്നെ ഫിസിക്സ് ചാപ്റ്റർ 4, മാത്സ് ചാപ്റ്റർ 4. അപ്പോൾ ഈ 3 വിഷയങ്ങളെയും ഈ 3 പാഠങ്ങൾ ഇന്നത്തെ ദിവസം കവർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുക. ഫുൾ A+ ഷുവറാണ്.